യുവതലമുറയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കുലശേഖരപുരം പുതിയകാവ് സി.ആർ. മധു ശാബ്ദിക ഗ്രന്ഥശാലയ്ക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നതിന്റെയും പൊതുവിടങ്ങൾ ഇല്ലാതാകുന്നതിന്റെയും സൗഹൃദങ്ങളും മറ്റും നഷ്ടപ്പെടുന്നതിന്റെയും പ്രശ്നങ്ങൾ യുവതലമുറയിൽ ഉൾപ്പെടെ വലിയ രൂപത്തിൽ വളർന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. യുവതലമുറയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കുലശേഖരപുരം പുതിയകാവ് സി.ആർ. മധു ശാബ്ദിക ഗ്രന്ഥശാലയ്ക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നതിന്റെയും പൊതുയിടങ്ങൾ ഇല്ലാതാകുന്നതിന്റെയും സൗഹൃദങ്ങളും മറ്റും നഷ്ടപ്പെടുന്നതിന്റെയും പ്രശ്നങ്ങൾ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ഉൾപ്പെടെ വലിയ രൂപത്തിൽ വളർന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. അവിടെ പ്രസംഗിച്ചതിനകത്ത് സാമാന്യം ദീർഘമായി എന്തൊക്കെയാണ് നമ്മുടെ ഓരോ പുതിയ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾ, അണുകുടുംബത്തിന്റെ പ്രശ്നം, കൂട്ടായ്മയില്ലാത്ത കാര്യം, വീടുകളിൽ തന്നെ ചുരുങ്ങുന്ന അവസ്ഥ, പരസ്പരം അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന വേദികളില്ലാത്ത അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിടങ്ങൾ വേണം, ലൈബ്രറികൾ വേണം, കളിക്കളങ്ങൾ വേണം, ഒരുമിച്ച് കളിക്കാനും കൂടാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ വേണം. ഒറ്റപ്പെട്ട് വീട്ടിനകത്ത് ചെന്നാൽ തന്നെ മുറിക്കകത്ത് ഒറ്റപ്പെടുന്ന പുതിയ തലമുറയാണ്. ഫോണിനകത്തേക്ക് എല്ലാവരും ഊഴ്ന്നു പോകും. അതുപോലെ തന്നെ വീട്ടിനകത്തിരുന്നാലും ഓരോ മുറിയിലും ഓരോ രാജ്യമായിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ രാജ്യമായി മാറുന്ന ഒരു തലമുറയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവിടങ്ങളുടെ പ്രസക്തി വളരെ പ്രധാനമാണ്. ആർക്കും പരസ്പരം സഹകരിക്കാവുന്ന എല്ലാ കാര്യത്തിനും ഒരുമിച്ച് പോകുന്ന ഒരു കാലത്തു നിന്നും ലോകത്തിന്റെ മാറ്റം കൊണ്ട് തന്നെ നമ്മളൊക്കെ കുറച്ചുകൂടി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു നാട്ടിൽ ഈ ലൈബ്രറി പ്രസ്ഥാനം, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ കഴിയൂ. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ താക്കോൽദാനം നിർവഹിച്ചു. സി.ആർ. മഹേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജീവിച്ച കാലം അത്രയും എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരോടും ഇണങ്ങിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളോടും സൗഹൃദം പുലർത്തി വളരെ വേഗത്തിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കടന്നുപോയ ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന തരത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത് ആരംഭിച്ച ആ വായനശാലയുടെ മന്ദിരം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എസ്.എഫ്.ഐയുടെ പ്രവർത്തന കാലഘട്ടങ്ങളിലൊക്കെ ശ്രീ കെ.എൻ. ബാലഗോപാൽ അവറുകളുമായും ശ്രീ പി കെ ഗോപനും ഒക്കെയായി കേരളത്തിലെ അന്നത്തെ കാലഘട്ടത്തിലെ എസ്.എഫ്.ഐയുടെയും DYFIയുടെയും ഒക്കെ സംസ്ഥാന നേതാക്കന്മാരുമായി ഒക്കെ വളരെയേറെ ഹൃദയബന്ധം പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസിഡന്റ് സി.ആർ. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ആർ. മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി.ആർ. മധുവിന്റെ ഫോട്ടോ അനാച്ഛാദനം മത്സ്യഫെഡ് ചെയർമാൻ ടി. മനോഹരനും റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ഗീതാകുമാരിയും നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.ബി. ശിവൻ, സെക്രട്ടറി വി. വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം തുടങ്ങിയവർ ആദരവ് നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി. പി. ജയപ്രകാശ് മേനോൻ, കെ. രാജശേഖരൻ, ബി. കൃഷ്ണകുമാർ, എൻ. രാജഗോപാൽ, തോമസ് ജോൺ, ആർ. ശരവണൻ, എ. സജീവ്, ആർ. കെ. ദീപ, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ MP എ. എം. ആരിഫിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പുതിയകാവ് കേന്ദ്രീകരിച്ച് 2018 പ്രവർത്തനം തുടങ്ങിയ ശാബ്ദിക ഗ്രന്ഥശാലയുടെ മുഖ്യ സംഘാടകനായിരുന്നു സി.ആർ. മധു. ജനങ്ങളുടെ സഹകരണത്തോടെ വാങ്ങിയ 3 സെന്റ് ഭൂമിയിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.